ഇന്നത്തെ വീഡിയോനകത്ത് നമ്മൾ S4 റെഗുലർ S4 സപ്ലി S2 പാർട്ട് ടൈമിൻ്റെ അല്ലെങ്കിൽ S4ൻ്റെ വർക്കിംഗ് പ്രൊഫഷണലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് MET206ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, December 2024-2019 സ്കീമിൻ്റെ. ഓക്കെ, പാർട്ട് ബിനകത്ത് മോഡ്യൂൾ 1 a nozzle of 60 mm dia delivers a stream of water at 24 meter per second perpendicular to the plate that is moving away from the jet at 6 meter per second. അത് എന്തുവാ അവർ പറയുന്നത്? ഒരു പ്ലേറ്റ് ഉണ്ട്, ഈ പ്ലേറ്റ് മൂവ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വെലോസിറ്റി 6 മീറ്റർ പെർ സെക്കൻഡിന് തന്നിട്ടുണ്ട്. ഇതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ ഒരു ജെറ്റ് ഓഫ് വാട്ടർ ഒന്ന് സ്ട്രൈക്ക് ചെയ്യുക. ഈ ജെറ്റ് ഓഫ് വാട്ടറിൻ്റെ വെലോസിറ്റിയും തന്നിട്ടുണ്ട്, ഈ ജെറ്റ് വരുന്നില്ലേ ആ പൈപ്പിൻ്റെ ഡയാമീറ്ററും അവർ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ഫോഴ്സ് ഓൺ ദ പ്ലേറ്റ്. ഓക്കെ, ആ പ്ലേറ്റിനകത്ത് ഈ വാട്ടർ സ്ട്രൈക്ക് ചെയ്യുന്നില്ലേ, അതിൻ്റെ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം, വർക്ക് ഡണ്ണ് കാൽക്കുലേറ്റ് ചെയ്യണം, എഫിഷ്യൻസി ഓഫ് ദി ജെറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ ഫോർ വാട്ട് വെലോസിറ്റി ഓഫ് ദ വെയിൻ ദ സിസ്റ്റം വിൽ ഗിവ് ദ മാക്സിമം എഫിഷ്യൻസി, ഇതും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫോർമുലാസ് ഒക്കെ ആദ്യം എഴുതാം. ഓക്കെ, അപ്പോൾ ഫോഴ്സ് എന്ന് പറയുമ്പോൾ റോ എ വി മൈനസ് യു ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ആണ്. നമ്മളിപ്പോൾ പെർ സെക്കൻഡിന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇത് നമ്മൾ വെലോസിറ്റി ആയിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മൾ യു എടുക്കുന്നത്, എഫ് ഇൻറ്റു യുന്ന് എടുക്കുന്നത്. ഓക്കെ, ഈറ്റ ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ട് വർക്ക് ഡൺ ആണ്, എഫ് ഇൻറ്റു യു ഡിവൈഡ് ബൈ ഇൻപുട്ട് ഇസ് യുവർ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ. ഓക്കെ, മാക്സിമം എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഫോർമുല യു ഇസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ 2 ആണ്. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ സൊല്യൂഷനകത്ത് എഫ് ഇസ് ഈക്വൽ ടു റോ എ വി മൈനസ് യു ദ ഹോൾ സ്ക്വയർ ആണ്. യു കണ്ടുപിടിച്ചാൽ പോരെ. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? എഫ് ഇസ് ഈക്വൽ ടു റോ എ വി മൈനസ് യു ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പം റോ എന്തുവാ? ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്, 1000 kg/m³. ഏരിയ എന്ന് പറയുന്നത് പൈപ്പിൻ്റെ ഡയാമീറ്റർ ആണ്, ജെറ്റ് ആ പൈപ്പിൻ്റെ ഡയാമീറ്റർ ആണ്. π/4 ഇൻറ്റു 60 mm തന്നതുകൊണ്ട് നമ്മളത് മീറ്ററിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇൻറ്റു ക്യാപിറ്റൽ വി തന്നിട്ടുണ്ട്, യുവും തന്നിട്ടുണ്ട്. ആ വാല്യൂസ് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് നമുക്ക് എഫ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ വർക്ക് ഡൺ പെർ സെക്കൻഡ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് പെർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ സെക്കൻഡ് ആണ്. അത് നമ്മുടെ വെലോസിറ്റി ആയിട്ട് മാറും. സോ എഫ് ഇൻറ്റു യു ആണ്. എഫും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, യുനും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്താണെന്ന് കിട്ടും. എഫിഷ്യൻസി ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ആണ്. സോ ദിസ് വിൽ ബി യുവർ ഔട്ട്പുട്ട്. ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഹാഫ് എം വി സ്ക്വയർ ആണ്. അപ്പോൾ മാസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? മാസ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് ദി ജെറ്റ് പെർ സെക്കൻഡ് ആണ്. മാസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോള്യൂം എന്നറിയാം. മാസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോള്യൂം എന്നറിയാം. മാസ് പെർ സെക്കൻഡ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വോള്യൂം പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ അത് ഡിസ്ചാർജ് ആയിട്ട് മാറും. സോ യുവർ മാസ് പെർ സെക്കൻഡ് വിൽ ബി റോ ഇൻറ്റു ക്യൂ ആണ്. ഇപ്പോൾ റോ 1000 kg/m³ ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഏരിയൻ്റെ ഫോർമുല π/4d². വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, ആൾറെഡി ഇവിടെ വി സ്ക്വയർ ഉണ്ട്, അതുകൊണ്ട് അവിടെ 24 സ്ക്വയർ ഇട്ടിട്ട് നമുക്ക് ഈറ്റ എന്താണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, മാക്സിമം എഫിഷ്യൻസിൻ്റെ കണ്ടീഷൻ യു ഇസ് ഈക്വൽ ടു v/2. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അടുത്ത പ്രോബ്ലമിലോട്ട് പോവാം കേട്ടോ. അടുത്ത പ്രോബ്ലം, a jet of water with a velocity 18 meter per second and 10 centimeter dia strikes a curved vane tangentially at one tip which is moving away from the jet with a velocity of 6 meter per second. അപ്പോൾ ഒരു ജെറ്റ് ഈ കർവ്ഡ് വെയിനെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. എവിടെയാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്? ഇവിടെ ഒരു ടിപ്പിലെയാണ് അത് സ്ട്രൈക്ക് ചെയ്യുന്നത്. ബട്ട് ടാൻജൻഷ്യലി അറ്റ് വൺ എൻഡാണ്. ഓക്കെ, പെർപെൻഡിക്കുലർ അല്ല, ടാൻജൻഷ്യലി അറ്റ് വൺ എൻഡിൽ അത് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ വേറെ എന്തുവാ? വിച്ച് ഇസ് മൂവിങ് അവേ ഫ്രം ദ ജെറ്റ് വിച്ച് ഇസ് 6 മീറ്റർ വെലോസിറ്റി വിത്ത് എ വെലോസിറ്റി ഓഫ് 6 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം ദ കർവ്ഡ് വെയിന് മൂവ് ആകുന്നുണ്ട്, അതിൻ്റെ വെലോസിറ്റിയും 6 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ദ വെയിൻ ഇസ് സിമെട്രിക്കൽ. ഓക്കെ, ആൻഡ് ഇസ് സോ ഷേപ്ഡ് ദാറ്റ് ദ ജെറ്റ് ഇസ് ഡിഫ്ലെക്റ്റഡ് ത്രൂ 120 ഡിഗ്രി. അപ്പോൾ ഇത് സിമെട്രിക്കൽ എങ്ങനെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ടച്ച് ചെയ്തിട്ട് വാട്ടർ പുറത്തോട്ട് പോകുമ്പോൾ അതിൻ്റെ ഡിഫ്ലക്ഷൻ 120 ഡിഗ്രിന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡ്രാ ദ വെലോസിറ്റി ട്രയാങ്കിൾ ആൻഡ് ഡിറ്റർമൈൻ ദ ആംഗിൾ ഓഫ് ജെറ്റ് അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ വെയിൻ സോ ദർ ഇസ് നോ ഷോക്ക്.
the absolute velocity of the jet at the outlet in the magnitude and direction, the work done by water on the vane and the hydraulic efficiency. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഗിവൺ ഡേറ്റ എഴുതണം. ഗിവൺ ഡേറ്റ എന്തൊക്കെയാണ്? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഗിവൺ ഡേറ്റ ആയിട്ട് എഴുതി. ഓക്കെ, നമുക്ക് വെയിൻ സിമെട്രിക്കൽ എന്ന് പറഞ്ഞിട്ടില്ലേ? ഈ വെയിൻ സിമെട്രിക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ തീറ്റയും ഫൈയും സെയിം ആയിരിക്കും. ഓക്കെ, ഒരു പ്രശ്നം സോൾവ് ആയി. തീറ്റ ഈസ് ഈക്വൽ ടു ഫൈ ആണ്. വാട്ട് ഈസ് തീറ്റ, വാട്ട് ഈസ് ഫൈ എന്ന് ചോദിച്ചാൽ ഇത് എന്തുവാന്ന് വെച്ചാൽ നമ്മുടെ വെലോസിറ്റി ട്രയാങ്കിളിനകത്ത് നമുക്ക് നോക്കണം കേട്ടോ. വെലോസിറ്റി ട്രയാങ്കിളിനകത്ത് നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി വിത്ത് ഹൊറിസോണ്ടലോട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് നമ്മുടെ ഈ തീറ്റയും ഫൈയും ആണ്. തീറ്റ എന്ന് പറയുമ്പോൾ ഇൻലെറ്റിലുള്ള ആംഗിളാണ്. ഫൈ എന്ന് പറയുമ്പോൾ ഈ റിലേറ്റീവ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ദ ഹൊറിസോണ്ടൽ അറ്റ് ദ ഔട്ട്ലെറ്റിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഫൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് ദി ജെറ്റ് 120 ഡിഗ്രിന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് ടിപ്പിനകത്ത് പട്ടിട്ട് ടച്ച് ചെയ്തിട്ട് അത് പുറത്തോട്ട് പോകുമ്പോൾ ഇത്രയും ആംഗിളിലെയാണ് അത് ഡിഫ്ലക്റ്റ് ആകുന്നത്. അപ്പോൾ 120 ഡിഗ്രീന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഈ ആംഗിൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്ക് അല്ലേ ഇത്രയും പോർഷൻ 180 ഡിഗ്രീന്ന് അറിയാം. 180 ഡിഗ്രീന്ന് അറിയാം. ഇത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് 120 ഡിഗ്രീന്ന് അറിയാം. അപ്പോൾ റിമൈനിങ് എത്രയാണ്? 60 ആണ്. ഈ 60 ആണ് ഈ തീറ്റയും ഫൈയും ഷെയർ ചെയ്യുന്നത്. അപ്പം ഇത് സെയിം ആണ്, ബിക്കോസ് വെയിൻ സിമെട്രിക്കലിന് തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് 60 ഡിവൈഡ് ബൈ 2 ഇടുമ്പോൾ നമുക്ക് 30 ഡിഗ്രി കിട്ടുമല്ലോ. ഈ 30 ഡിഗ്രിയാണ് തീറ്റയിൻ്റെ വാല്യൂവും ഫൈൻ്റെ വാല്യൂ. ഓക്കെ, ഇത് എങ്ങനെയാണ് നമുക്ക് ഇത് തീറ്റയും ഫൈ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഈ ആംഗിളാണ്. അപ്പോൾ അഡ്ജസൻറ്റ് ആംഗിൾ ഈക്വൽ അല്ലേ? അപ്പോൾ ഇപ്പുറത്ത് തീറ്റയാണെങ്കിൽ ഇപ്പുറത്ത് തീറ്റ, ഇവിടെ ഫൈ ആണെങ്കിൽ ഇത് ഫൈ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫൈയും തീറ്റയും കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ടു ഫൈൻഡ് എന്തുവാ? ആംഗിൾ ഓഫ് ജെറ്റ് അറ്റ് ദ ഇൻലെറ്റ്. ആംഗിൾ ഓഫ് ജെറ്റ് അറ്റ് ദ ഇൻലെറ്റ് എന്ന് പറയുമ്പോൾ ആൽഫയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് തീറ്റയാണ് കിട്ടിയിരിക്കുന്നത്. ആംഗിൾ ഓഫ് ജെറ്റ് ആൽഫയാണ് കണ്ടുപിടിക്കേണ്ടത്. അബ്സല്യൂട്ട് വെലോസിറ്റി ഓഫ് ദ ജെറ്റ് അറ്റ് ദ ഔട്ട്ലെറ്റ് V2 കാൽക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബീറ്റയും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ ഈറ്റ ഹച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ സൊല്യൂഷനിലോട്ട് പോകാം. ഇപ്പോൾ വെലോസിറ്റി ട്രയാങ്കിൾ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ജെറ്റ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് ദ കർവ്ഡ് വെയിൻ അറ്റ് എ ടിപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ ജെറ്റ് ഓഫ് വാട്ടറിന് ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തു. കർവ്ഡ് വെയിനിന് ഇവിടെ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തു, കർവ് ആയിട്ട് കൊടുത്തു. മനസ്സിലായോ? ഈ വെലോസിറ്റി, ഇതിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ടല്ലോ, V1 തന്നിട്ടുണ്ട്. പിന്നെ ഈ കർവ്ഡ് വെയിന് മൂവ് ആകുന്ന വെലോസിറ്റിയും നമുക്ക് അവർ തന്നിട്ടുണ്ട്, U1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടുള്ള റിലേറ്റീവ് വെലോസിറ്റിയാണ് VR1. ഓക്കെ, ഈ V1 വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ. VR1 ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ഓക്കെ, ഇപ്പം മനസ്സിലായോ? ഈ V1 ഈ കർവ്ഡ് വെയിനിലോട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന വിത്ത് റെസ്പെക്ട് ടു ദ വെലോസിറ്റി ഓഫ് ദി കർവ്ഡ് വെയിൻ വി ആർ ഗെറ്റിംഗ് ദ V റിലേറ്റീവ് വെലോസിറ്റി VR1 കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ, ഇത് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ഇത്രയും പോർഷൻ ഇൻലെറ്റ് ആണ്. ഓക്കെ, ഈ VR1ൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ആണ് VW1 എന്ന് പറയുന്നത്. ഈ V1ൻ്റെ വെർട്ടിക്കൽ കോമ്പണൻ്റ് ആണ് VF1 എന്ന് പറയുന്നത്. ഓക്കെ, റിലേറ്റീവ് വെലോസിറ്റീൻ്റെതല്ല, ഇത് അബ്സൊല്യൂട്ട് വെലോസിറ്റീൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റും വെർട്ടിക്കൽ കോമ്പണൻറ്റുമാണ്. മനസ്സിലായോ? അതെപ്പോഴും ഓർക്കണം. അബ്സൊല്യൂട്ട് വെലോസിറ്റീൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ആണ് VW1. ഓക്കെ, വെർട്ടിക്കൽ കോമ്പണൻ്റ് ആണ് VF1. ഓക്കെ, അപ്പോൾ ഇത്രയും ലെങ്ത് ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇവിടെ വരെ VW1 ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ വെർട്ടിക്കൽ കോമ്പണൻറ്റ് VF1. അപ്പോൾ ഇത് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 90 ഡിഗ്രി, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഇത് ഇവിടെ സ്ട്രൈക്ക് ചെയ്തിട്ട് ഇത് പുറത്തോട്ട് പോകുന്നുണ്ട്. ഒന്ന് ഓർക്കണം, ഈ കർവ്ഡ് വെയിന് മൂവ് ആകുന്നുണ്ട്. അതെപ്പോഴും ഓർത്ത് വയ്ക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ഔട്ട്ലെറ്റിലോട്ട് ഡയഗ്രാം വരയ്ക്കാൻ പോവുക. ഓക്കെ, ആദ്യം നമുക്ക് ഈ കർവ്ഡ് വെയിന് മൂവ് ആകുന്നത് കൊണ്ട് ആദ്യം വരുമ്പോൾ നമുക്ക് ഏതാ വരുന്നതെന്ന് വെച്ചാൽ VR2 ആണ് വരുന്നത്.
ഓക്കെ, റിലേറ്റീവ് വെലോസിറ്റി ആണ്. ഈ കർവ്ഡ് വെയിൻ മൂവ് ആകുന്നത് u2 നമ്മൾ എടുക്കുന്നുണ്ട്. സെയിം വെലോസിറ്റി ആണ്, പക്ഷേ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് u2 ആണ്. ഓക്കെ, അപ്പോൾ VR2 വിത്ത് റെസ്പെക്ട് ടു u2 ആണ് നമുക്ക് അബ്സല്യൂട്ട് വെലോസിറ്റി കിട്ടുന്നത് v2. ഓക്കെ, ഈ v2 മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ബീറ്റ, VR2 മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഫൈ. ഓക്കെ, ഈ v2ൻ്റെ അബ്സല്യൂട്ട് വെലോസിറ്റി അറ്റ് ദ ഔട്ട്ലെറ്റിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ആണ് vW2, v2ൻ്റെ വെർട്ടിക്കൽ കോമ്പണൻ്റ് ആണ് vF2. മനസ്സിലായോ? ഇപ്പം നമ്മൾ ഇൻലെറ്റ് ഔട്ട്ലെറ്റിൻ്റെ വെലോസിറ്റി ട്രയാങ്കിളൊക്കെ വരച്ചു അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ വെയിൻ സ്മൂത്തിന് തന്നതുകൊണ്ട് VR1 is equal to VR2, U1 is equal, already U1 is equal to U2 ആണ്, 6 meter per second. വെയിൻ സ്മൂത്ത് ആയതുകൊണ്ട് VR1 is equal to VR2. ഓക്കെ, നമുക്കിപ്പോൾ ഏതാ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ആംഗിൾ ഓഫ് ജെറ്റ് അറ്റ് ദ ഇൻലെറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ആൽഫയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ആൽഫ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാൻ പോവുകയെന്ന് വെച്ചാൽ സൈൻ റൂൾ അപ്ലൈ ചെയ്യാൻ പോവുക. ഓക്കെ, എ ബി സിനകത്ത് സൈൻ റൂൾ അപ്ലൈ ചെയ്യാൻ പോവുക. അപ്പോൾ എ ബി ഡിവൈഡ് ബൈ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്തുവാ? സി ആണ്. ഈ സി എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം? 180 ഡിഗ്രി മൈനസ് തീറ്റ. ഓക്കെ, അടുത്ത് എ സി ഡിവൈഡ് ബൈ ആംഗിൾ എ ബി സി ആണ്. ഓക്കെ, പിന്നെ ബി സി ഡിവൈഡ് ബൈ ആംഗിൾ എ ആണ്. ഓക്കെ, ഇപ്പോൾ എ ബിൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് എഴുതാം? നമുക്ക് V1 എഴുതാം. ഇപ്പോൾ V1 ഡിവൈഡ് ബൈ സൈൻ ഓഫ് 180 മൈനസ് തീറ്റൻ്റെ വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 30 ഡിഗ്രി. ഓക്കെ, ഇസ് ഈക്വൽ ടു എ സിൻ്റെ വാല്യൂ എന്തുവാ? U1 ആണ്. U1 നമുക്കറിയാലോ 6. ഇപ്പോൾ 6 ഡിവൈഡ് ബൈ സൈൻ എ ബി സി ആണ്. ഓക്കെ, ഈ ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് ബിൻ്റെ ആംഗിളാണ്. ഈ ബിൻ്റെ ആംഗിൾ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മൾക്ക് അറിയാം സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ 180 ഡിഗ്രി ആണ്. അപ്പോൾ ഈ ആംഗിൾ അല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ 180 ഡിഗ്രി മൈനസ് ഓഫ് ദ റിമൈനിങ് ആംഗിൾസ് അല്ലേ? ഇത് നമ്മൾ 180 മൈനസ് തീറ്റാണ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആൽഫ പ്ലസ് 180 മൈനസ് തീറ്റ. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 30 മൈനസ് ആൽഫ എന്ന് കിട്ടും. ഓക്കെ, അതാണ് U1 ഡിവൈഡ് ബൈ 30 മൈനസ് ആൽഫ. ബി സിൻ്റെ വാല്യൂ VR1 ഡിവൈഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ ബി എ സി എന്തുവാ? ആൽഫ, സൈൻ ആൽഫ. ഓക്കെ, ഇപ്പം നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാം. എ ബി ഇസ് ഈക്വൽ ടു എ സി റിലേറ്റ് ചെയ്യാം, എ ബി ഇസ് ഈക്വൽ ടു ബി സിയും റിലേറ്റ് ചെയ്യാം. ഇതിലെയും നമുക്ക് ആൽഫയാണ് നമുക്ക് വേണ്ടത്, ഇതിലെയും നമുക്ക് ആംഗിൾ ഇൻ ടേംസ് ഓഫ് ആൽഫയാണ് ഉള്ളത്. അപ്പം പക്ഷേ നമുക്ക് ബി സിൻ്റെ വാല്യൂ അറിയാത്തത് കൊണ്ട് നമ്മൾ ആദ്യം എ ബി ഇസ് ഈക്വൽ ടു എ സി ഈ രണ്ട് ഇക്വേഷൻ മാത്രം എടുത്തിട്ട് നമ്മൾ ആൽഫ ആദ്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് VR1 എന്തുവാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മനസ്സിലായോ? എ ബിൻ്റെ വാല്യൂ അറിയാം, എ സിൻ്റെ വാല്യൂ അറിയാം, ഇതും നമുക്ക് അറിയാം. 3 വാല്യൂസ് അറിയാം, ഒരു അൺനോണേ ഉള്ളൂ. അതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ എടുത്തിട്ട് ഈക്വേറ്റ് ചെയ്തിട്ട് ആൽഫൻ്റെ വാല്യൂ നമ്മൾക്ക് കണ്ടുപിടിക്കാം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ എ ബിയും ബി സിയും റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് VR1 എന്തുവാണ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, വെയിൻ സ്മൂത്ത് ആയതുകൊണ്ട് VR1 ഇസ് ഈക്വൽ ടു VR2. അങ്ങനെ നമുക്ക് VR1 R2 പിന്നെ ആൽഫയും കിട്ടി. ഓക്കെ, അപ്പോൾ VR2 ഇവിടെ ഔട്ട്ലെറ്റിൽ ഏതെങ്കിലും ഒരു വാല്യൂ കിട്ടിയാലും നമുക്ക് ഫൈ ഉണ്ട്, ഇത് വെച്ചിട്ട് നമുക്ക് V2 കണ്ടുപിടിക്കാം, ബീറ്റയും കണ്ടുപിടിക്കാം. നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത്? V2ഉം ബീറ്റയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് VR2 കിട്ടിയല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് V2ഉം ബീറ്റയും ഇനി അടുത്ത് കണ്ടുപിടിക്കാൻ പോവുക. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത അറ്റ് ഔട്ട്ലെറ്റ് VR2 cos phi ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് എന്തുവാ? VR2ൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് എന്തുവാ? U2 പ്ലസ് VW2 എന്ന് എഴുതാമല്ലോ. അങ്ങനെയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, VR2 ഇസ് ഈക്വൽ ടു cos phi is equal to U2 plus VW2 എന്ന് നമ്മൾ എഴുതി. ഓക്കെ, അപ്പോൾ ഈ VW2 വാല്യൂ അറിയാമോ? നമുക്കറിയത്തില്ല. VR2 അറിയാം, ഫൈ അറിയാം, U2 അറിയാം. ഇത് വെച്ചിട്ട് നമുക്ക് VW2 എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഈ VR2ൻ്റെ വെർട്ടിക്കൽ കോമ്പണൻ്റ് എന്ന് പറയുമ്പോൾ എന്തുവാ? VR2 സൈൻ ഫൈ അല്ലേ? VR2 സൈൻ ഫൈ ആണ്, വെർട്ടിക്കൽ കോമ്പണൻറ്റ് VF2 ആണ്. അപ്പം നമുക്ക് VF2 കിട്ടി.
അപ്പോൾ VW2 ഉം VF2 ഉം സ്ക്വയർ ചെയ്തിട്ട് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് V2 കിട്ടും. ഓക്കെ, ഇപ്പം മനസ്സിലാകുന്നുണ്ടോ? ഇത് ഒരു ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? ഇത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. നമുക്ക് VR2ൻ്റെ വാല്യൂവും ഫൈൻ്റെ വാല്യൂവും പിന്നെ എന്താ ഉള്ളത്, U2ൻ്റെ വാല്യൂ മാത്രമേ ഉള്ളൂ. നമുക്ക് ഏതാ വേണ്ടത്? VR2 ആണ് വേണ്ടത്. സോറി, V2 ആണ് വേണ്ടത്. V2 ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ VR2ൻ്റെ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റും വെർട്ടിക്കൽ കോമ്പണൻറ്റും വെച്ചിട്ട് നമുക്ക് V2 കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കിയതാ, അത്രയേ ഉള്ളൂ. അപ്പോൾ VR2ൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് എന്ന് പറയുമ്പോൾ എന്തുവാ? U2 പ്ലസ് ഈ പോർഷനാണ്. ഈ പോർഷൻ എന്തുവാ? VW2 ആണ്. അപ്പം നമുക്ക് VW2 കിട്ടി. ഓക്കെ, VR2ൻ്റെ വെർട്ടിക്കൽ കോമ്പണൻറ്റും V2ൻ്റെ വെർട്ടിക്കൽ കോമ്പണൻറ്റും സെയിം ആണ്, VF2 ആണ്. അപ്പോൾ VW2ഉം കിട്ടി, VF2ഉം കിട്ടി. അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ അല്ലേ, എഗെയിൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ പിത്തഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ V2 എന്താണ് കാൽക്കുലേറ്റ് ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ഇനി അടുത്ത് എന്ത് ചെയ്യണം? അടുത്ത് നമുക്ക് ഡയറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ബീറ്റയാണ് വേണ്ടത്. അപ്പോൾ ബീറ്റ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ട്രയാങ്കിൾ അല്ലേ, ഇത് ട്രയാങ്കിൾ ആണ്. ഇപ്പോൾ ഈ ബീറ്റയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ടാൻ ബീറ്റ ഇസ് ഈക്വൽ ടു VF2 ഡിവൈഡ് ബൈ VW2 ഇടുമ്പോൾ ബീറ്റ എന്താണ് കിട്ടി. അടുത്ത നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വർക്ക് ഡൺ ബൈ ദ വാട്ടർ ആൻഡ് ദ വെയിൻ ആണ്. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് പെർ സെക്കൻഡ് ആണ്. അതാണ് നമ്മുടെ ഇവിടെ വെലോസിറ്റി നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഫോർമുല F/U എന്ന് മാറി. ഓക്കെ, ഇപ്പം നമുക്ക് F അറിയാമോ? F അറിയത്തില്ല. അപ്പോൾ ആദ്യം നമുക്ക് F കാൽക്കുലേറ്റ് ചെയ്യാം. Fൻ്റെ ഫോർമുലയാണ് ഇത്. റോ എ VR1 ഇൻറ്റു VW1 പ്ലസ് ആർ മൈനസ് VW2. ഓക്കെ, ഈ പ്ലസ് മൈനസ് എപ്പോഴാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ബീറ്റ അക്യൂട്ട് ആണെങ്കിൽ പ്ലസ് എടുക്കണം, അപ്റ്റ്യൂസ് ആണെങ്കിൽ മൈനസ് എടുക്കണം. ഇപ്പോൾ ഇവിടെ ലെസ് ദാൻ 90 ഡിഗ്രി അല്ലേ, അക്യൂട്ട് ആംഗിൾ ആയതുകൊണ്ട് നമ്മുടെ ഫോർമുല ഇങ്ങനെ മാറി. ഓക്കെ, റോ എ VR1 ഇൻറ്റു VW1 പ്ലസ് VW2 എന്ന് മാറി. ഓക്കെ, ഇതിനകത്ത് വാല്യൂസ് ഒക്കെ നമുക്ക് അറിയാമോ? ഡെൻസിറ്റി അറിയാം, ഏരിയ അറിയാം, റിലേറ്റീവ് വെലോസിറ്റി അറ്റ് ദ ഇൻലെറ്റ് അറിയാം, വെലോസിറ്റി ഓഫ് വേൾഡ് അറ്റ് ദ ഇൻലെറ്റ് നമുക്ക് അറിയത്തില്ല, വെലോസിറ്റി ഓഫ് വേൾഡ് അറ്റ് ദ ഔട്ട്ലെറ്റ് നമുക്കറിയാം. അപ്പോൾ VW1 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. VW1 എന്തുവാ? വെലോസിറ്റി ഓഫ് വേൾഡ് അറ്റ് ദ ഇൻലെറ്റ് എന്ന് പറയുന്നത് എന്തുവാ? V1ൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ആണ് അല്ലേ, ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ആണ് VW1. ഓക്കെ, അപ്പോൾ V1 cos ആൽഫ ഇസ് ഈക്വൽ ടു VW1. അപ്പോൾ V1 നമുക്കറിയാം, ആൽഫ അറിയാം, അപ്പോൾ VW1 കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ഇത് എല്ലാം ഈ വാല്യൂസ് ഒക്കെ ഫോഴ്സിൻ്റെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫോഴ്സ് എന്താണെന്ന് കിട്ടി. പിന്നെ വർക്ക് ഡൺ എന്തുവാ? ഫോഴ്സ് ഇൻറ്റു ആ വെലോസിറ്റിയെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പോൾ വർക്ക് ഡൺ എന്തുവാണ് കിട്ടി. ഓക്കെ, പിന്നെ ഹൈഡ്രോളിക് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യണം. ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ആണ്. ഔട്ട്പുട്ട് എന്തുവാ ഇവിടെ? വർക്ക് ഡൺ ഡിവൈഡ് ബൈ ഇനീഷ്യൽ കൈനറ്റിക് എനർജി. അപ്പോൾ വർക്ക് ഡൺ ആൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹാഫ് MV1 സ്ക്വയർ ആണ്. എം എന്ന് പറയുന്നത് റോ എ V1 ആണ്. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്തുവാണ് കിട്ടും. ഓക്കെ, അപ്പോൾ റിസൾട്ട് അവസാനം ആംഗിൾ ഓഫ് ജെറ്റ് അറ്റ് ദ ഇൻലെറ്റ്, അബ്സല്യൂട്ട് വെലോസിറ്റി അറ്റ് ദ ഔട്ട്ലെറ്റ്, ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, പിന്നെ വർക്ക് ഡൺ ബൈ ദ ജെറ്റ് ആൻഡ് ദ വെയിൻ, ആൻഡ് ഫൈനലി ഹൈഡ്രോളിക് എഫിഷ്യൻസി. ഓക്കെ, ഇതുവരെ മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അടുത്ത മോഡ്യൂൾ ഇത്. A turbine is to operate under a head of 25 meter at 200 rpm. The discharge is 9 meter cube per second. If the efficiency is 90%, determine the power output of the turbine. Also determine the speed, discharge and power output of the turbine if the turbine is working under a head of 20 meter. Okay, എന്തൊക്കെയാ തന്നിട്ടുള്ളത്? ഹെഡ് H1. A turbine is to operate under a head of 25 meter at rpm. എவ்வளவு? 200 rpm. 25 meter is your H1, speed is your 200 rpm. Discharge 9 meter cube per second തന്നിട്ടുണ്ട്. Efficiency 90% തന്നിട്ടുണ്ട്. ഓക്കെ, ഡിറ്റർമൈൻ ദ പവർ ഔട്ട്പുട്ട് ഓഫ് ദ ടർബൈൻ. ഫിനിഷ്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പവർ ഔട്ട്പുട്ട്. ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇതോടെ അവർ നിർത്തിയില്ല. പിന്നെയും അവരെന്താ ചോദിച്ചിരിക്കുന്നത്? ഓൾസോ ഡിറ്റർമൈൻ ദ സ്പീഡ്, ഡിസ്ചാർജ് ആൻഡ് പവർ.
സ്പീഡ് എന്ന് പറയുന്നത് n, ഡിസ്ചാർജ് എന്ന് പറയുന്നത് q, പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് p ഓഫ് ദ ടർബൈൻ ഇഫ് ദ ടർബൈൻ ഈസ് വർക്കിംഗ് അണ്ടർ എ ഹെഡ് ഓഫ് 20 മീറ്റർ. ഇപ്പോൾ 20 മീറ്റർ ആകുമ്പോൾ ഹെഡ് 20 മീറ്റർ ആകുമ്പോൾ പിന്നെയും നിങ്ങൾ ഒന്നുകൂടി എന്ത് ചെയ്യണം? സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണം, q കാൽക്കുലേറ്റ് ചെയ്യണം, പവർ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഫോർമുല എഴുതാം. പവർ ഇസ് ഈക്വൽ ടു റോ ജി ക്യൂ ഇൻറ്റു എച്ച് ഇൻറ്റു ഈറ്റാവോ. എഫിഷ്യൻസി തന്നതുകൊണ്ട് നമ്മൾ ഈറ്റാവോയിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ഹെഡ്, വേറൊരു ഹെഡിൽ സ്പീഡ് ബാക്കി എല്ലാ സാധനവും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? അപ്പം അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ എഴുതി. n1 ഡിവൈഡ് ബൈ റൂട്ട് h1 ഇസ് ഈക്വൽ ടു n2 ഡിവൈഡ് ബൈ റൂട്ട് h2. q1 ഡിവൈഡ് ബൈ റൂട്ട് h1 ഇസ് ഈക്വൽ ടു q2 ഡിവൈഡ് ബൈ റൂട്ട് h2. p1 divided by h power 3 by 2 is equal to p2 divided by h2 power 3 by 2. ഓക്കെ, അപ്പോൾ ആദ്യം ഹെഡ് 25 മീറ്ററിലിരിക്കുമ്പോൾ പവർ ചോദിച്ചിട്ടില്ലേ? അപ്പോൾ ആദ്യം ആ പവർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. p1 is equal to rho g q into h1 into eta o. റോ അറിയാം 1000, g 9.81 അറിയാം, q തന്നിട്ടുണ്ട്, ഹെഡ് ഉണ്ട്, ഓവറാൾ എഫിഷ്യൻസി ഉണ്ട്. അപ്പം സിമ്പിൾ, നമുക്ക് p1 എന്താണ് കാൽക്കുലേറ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ള അടുത്തടുത്ത് എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമ്മുടെ ഫോർമുലനകത്ത് അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് p2 വേണമല്ലോ. അപ്പോൾ p2 ഇസ് ഈക്വൽ ടു ഫോർമുല എങ്ങനെ മാറി? h2 പവർ 3 ബൈ 2 ഡിവൈഡ് ബൈ h1 പവർ 3 ബൈ 2 ഇൻറ്റു p1. അപ്പോൾ p2 കിട്ടി. ഓക്കെ, പിന്നെ n1 വെച്ചിട്ട് ഈ ഇക്വേഷൻ വെച്ചിട്ട് n2 കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത് q1 q2 ആ ഇക്വേഷൻ വെച്ചിട്ട് q2 എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ അവസാനം റിസൾട്ട് എഴുതും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് മോഡ്യൂൾ 3 പോകാം. ഓക്കെ.